നമസ്കാരം. യൂണിവേഴ്സിറ്റി LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡേ 2 100 ക്വസ്റ്റ്യൻ പഠിക്കാം. ഡേ 1 നമ്മൾ 100 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 1, 2 തന്നെയാണ് ഞാൻ വായിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1 സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ കാർബൻ രേഖ. മൂന്നാമത്തെ ചോദ്യം, കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി VV ഗിരി. നാലാമത്തെ ചോദ്യം, ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? നവംബർ 26. ദേശീയ നിയമദിനവും നവംബർ 26 തന്നെയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 4-ാം ഭാഗം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 4-ാം ഭാഗം. ആറാമത്തെ ചോദ്യം, 2023 സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 333 രൂപ. 2023 സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 333 രൂപ. ഏഴാമത്തെ ചോദ്യം, വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത്? ചിന്നക്കനാൽ. മൂന്നാറിലെ ചിന്നക്കനാലിലാണ് കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം? അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നദി? പെരിയാർ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. ഏറ്റവും വലിയ നദി പെരിയാർ 244 കിലോമീറ്റർ ആണ്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ ആണ് നീളം. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മാരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ ഡാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മാരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല? പ്രാഥമിക മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയാണ് പ്രാഥമിക മേഖല. 13ാമത്തെ ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി? 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 14ാമത്തെ ചോദ്യം, ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം? മീഥെയ്ൻ. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. ഗോബർ ഗ്യാസിലെ മീഥെയ്നും LPGയിലെ ബ്യൂട്ടൈനുമാണ് പ്രധാന ഘടകം. 15ാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം? ഗ്ലൂക്കോസ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. 17ാമത്തെ ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപകൻ? പൊയ്കയിൽ കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത് 1909 കുമാരഗുരുദേവനാണ് സ്ഥാപിച്ചത്. 18ാമത്തെ ചോദ്യം, താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? സർ കോളിൻ ക്യാമ്പൽ. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? സർ കോളിൻ ക്യാമ്പൽ. 19ാമത്തെ ചോദ്യം, കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്? 1907 സൂററ്റ് പിളർപ്പിനെയാണ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂററ്റ് പിളർപ്പിനെ. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത്. ഇടുക്കി ജില്ലയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 21ാമത്തെ ചോദ്യം, ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി എഴുതിയ ഗ്രന്ഥം? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി എഴുതിയ ഗ്രന്ഥം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 22ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്? മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22.
23-ാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. 24-ാമത്തെ ചോദ്യം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. 25-ാമത്തെ ചോദ്യം, പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 26-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6 മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. 27-ാമത്തെ ചോദ്യം, ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമി. 28-ാമത്തെ ചോദ്യം, വാഹനത്തിന്റെ പുകവഴി പുറന്തള്ളപ്പെടുന്ന ലോഹം ലെഡ്. വാഹനത്തിന്റെ പുകവഴി പുറന്തള്ളപ്പെടുന്ന ലോഹം ഏതാണ്? ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹവും ലെഡ് തന്നെയാണ്. 29-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായവും പരുത്തി വ്യവസായമാണ്. 30-ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അസമിലെ സാധ്യ മുതൽ ധൂബ്രി വരെയാണ്. ദേശീയ ജലപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള് അസമിലെ സാധ്യ മുതൽ ധൂബ്രി വരെ. ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത്. 891 കിലോമീറ്റർ ആണ് ദൈർഘ്യം. 31-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭോപ്പാലിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. മാറിപ്പോകരുത്. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ, ഹരിയാനയിലെ കർണാലിലാണ് സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. 34-ാമത്തെ ചോദ്യം, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. 1942-ലാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. പ്രധാന നേതാക്കളാണ് ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവർ. ആരൊക്കെയാണ് കീഴരിയൂർ ബോംബ് കേസിലെ പ്രധാന നേതാക്കള്? ഡോക്ടർ KB മേനോനും കുഞ്ഞിരാമ കിടാവും. 1942-ലാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. 35-ാമത്തെ ചോദ്യം, സാന്താൾ കലാപം നടന്ന പ്രദേശം ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾ കലാപം നടന്നത്. 1755-56 കാലഘട്ടങ്ങളിലായിട്ടാണ് സാന്താൾ കലാപം നടന്നത്. 36-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. 37-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനം വർത്തുള ചലനം. വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. 38-ാമത്തെ ചോദ്യം, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥ? ഗാന്ധിജിയുടെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. 39-ാമത്തെ ചോദ്യം, ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. 40-ാമത്തെ ചോദ്യം, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണ്. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. 42-ാമത്തെ ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ലക്ഷദ്വീപ്. 43-ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല. കണ്ണൂർ ജില്ലയിലെ ഏഴിമലയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി. 44-ാമത്തെ ചോദ്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. 45-ാമത്തെ ചോദ്യം, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം കവുങ്ങിൻ പൂത്താല. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല. 46-ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാറ്. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാറ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന ജീവികളാണ് ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ,
മഗ്ഗർ മുതല. ഏതൊക്കെയാണ്? ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. മഗ്ഗർ മുതല കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. 47ാമത്തെ ചോദ്യം, ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയാണ് ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ. 48ാമത്തെ ചോദ്യം, സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശോസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. 49ാമത്തെ ചോദ്യം, ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. 50ാമത്തെ ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. 1817 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയത്. 51ാമത്തെ ചോദ്യം, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം. ജീവകം സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. 52ാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെറ്റ്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാനാണ് പെറ്റ്വിക് ലോറൻസ്. 53ാമത്തെ ചോദ്യം, കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയം. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. 54ാമത്തെ ചോദ്യം, കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും കേരളത്തിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കിയുമാണ്. 55ാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 1 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 56ാമത്തെ ചോദ്യം, യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ സ്ഥാപിതമായത് 1908 സ്ഥാപകൻ വി.ടി. ഭട്ടതിരിപ്പാട്. 57ാമത്തെ ചോദ്യം, ജലത്തെ ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. ജലത്തെ ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. 58ാമത്തെ ചോദ്യം, സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. 59ാമത്തെ ചോദ്യം, ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. 60ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. 61ാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 62ാമത്തെ ചോദ്യം, പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവയ്പ്പിനെതിരെ മലബാറിൽ നടന്ന സമരം കരിവെള്ളൂർ സമരം. പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവയ്പ്പിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് കരിവെള്ളൂർ സമരം. 1946 കരിവെള്ളൂർ സമരം നടന്നത്. കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂർ. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്ന ആരാണ്? കെ ദേവയാനി. 63ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ധരണി. ബീഹാർ ജില്ലയിലെ ധരണിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം. 64ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം സിന്ദ്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? സിന്ദ്രി. 65ാമത്തെ ചോദ്യം, പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം 1992. പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1992. 66ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. 67ാമത്തെ ചോദ്യം, വടക്ക് കിഴക്ക് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. 68ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയം മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയം മൂലമറ്റം. 69ാമത്തെ ചോദ്യം, 1928 ഗുജറാത്തിൽ ബർദോളിയിൽ നടന്ന സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. 1928 ഗുജറാത്തിൽ ബർദോളിയിൽ നടന്ന സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. 70ാമത്തെ ചോദ്യം, ചിറ്റഗോങ് ആയുധപുര കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് സൂര്യ സെൻ. ചിറ്റഗോങ് ആയുധപുര കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? സൂര്യ സെൻ.
ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ച് സൂര്യ സെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചതാരാണ്? സൂര്യ സെൻ ആണ്. 71ാമത്തെ ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം? 1948 ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 ഡിസംബർ 10. 72ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രം? മനാസ്. അസമിലെ മനാസ് ആണ് ഇന്ത്യയിലെ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രം. 73ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 74ാമത്തെ ചോദ്യം, ബ്രഹ്മ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി? നർമ്മദ. 75ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളി? BP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളി ആരാണ്? BP മേനോൻ. 76ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷത പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി? ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 77ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 78ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരെയാണ്? പഴശ്ശി രാജാവിന്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് പഴശ്ശി രാജാവിനെയാണ്. 79ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത? ജസ്റ്റിസ് ഫാത്തിമ ബീബി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത? ജസ്റ്റിസ് ഫാത്തിമ ബീബി. 80ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം? കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. 81ാമത്തെ ചോദ്യം, കേരളത്തിന്റെ വിസ്തീർണം? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 82ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? പാലക്കാട് ചുരം. 83ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. 84ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്? സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 85ാമത്തെ ചോദ്യം, ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാല? റൂർക്കേല. ഒറീസയിലെ റൂർക്കേല ഇരുമ്പുരുക്ക് ശാലയാണ്. 1959 റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത്. 86ാമത്തെ ചോദ്യം, യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി? ടോൺസ്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. 87ാമത്തെ ചോദ്യം, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? MJ ഷ്ലീഡൻ, തിയോഡർ ഷ്യാൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്യാനും. 88ാമത്തെ ചോദ്യം, കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? ചെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. 89ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 90ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിലാണ്. 1936 ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥാപിതമായത്. 91ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ? ജയപ്രകാശ് നാരായൺ. 92ാമത്തെ ചോദ്യം, കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത്? ആനി ബസന്റ്. കോമൺവെൽത്ത്, ന്യൂ ഇന്ത്യ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ്. 93ാമത്തെ ചോദ്യം, ആദ്യ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത്? ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. ആദ്യ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയതാരാണ്? ദേബേന്ദ്രനാഥ ടാഗോർ. ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത്? കേശബ് ചന്ദ്രസെൻ. ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയതാരാണ്? കേശബ് ചന്ദ്രസെൻ. 94ാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം?
1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. 95-ാമത്തെ ചോദ്യം, ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചി. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. 96-ാമത്തെ ചോദ്യം, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് സമ്മേളനം നടന്നത്. അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നവരാണ് ടി പ്രകാശം. ഒറ്റപ്പാലത്താണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. 1921 ഏപ്രിൽ 23-നാണ് സമ്മേളനം നടന്നത്. 97-ാമത്തെ ചോദ്യം, ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ് ലൂ. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ലൂ. 98-ാമത്തെ ചോദ്യം, സുവർണ നാര് അല്ലെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാണ്യവിള ചണം. സുവർണ നാര് ഓർ ഗോൾഡൻ ഫൈബർ എന്ന് വിശേഷിപ്പിക്കുന്ന നാണ്യവിളയാണ് ചണം. 99-ാമത്തെ ചോദ്യം, ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. 1918-ലാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. 200-ാമത്തെ ചോദ്യമാണ്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ തീവണ്ടി ദുരന്തം വാഗൺ ട്രാജഡി. 1921 നവംബർ 10-നാണ് വാഗൺ ട്രാജഡി നടന്നത്. എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത 100 ചോദ്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.